ഞാനിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് അടയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഗോതമ്പാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ വേണം. 1 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് ഒരു 2-3 നുള്ളി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഗോതമ്പും തേങ്ങയും പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇങ്ങനെ ഇട്ട് കൊടുത്തത്. കുറച്ച് പരന്ന പാത്രത്തിൽ തന്നെ ഇത് എടുത്ത് വെക്കാം. ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇനി ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അയഞ്ഞ രീതിയിൽ ആക്കിയാൽ മാത്രമേ ഇത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഇത് പരത്തിയത്. ഇത്ര മതിയാവും. ഇതിന് നമുക്കിത് ചുടുന്ന സമയത്ത് കൈകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയാണ് കുറച്ച് ലൂസാക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇത് ദോശക്കല്ലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ ചുട്ടെടുക്കാം. ഉരുളകൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലാക്കിയെടുക്കാം. നെല്ലിക്ക വലിപ്പത്തിലോ അതിലും കൂടുതൽ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഉരുളിയാക്കി എടുക്കാം. ഓരോ ഉരുളി ഇങ്ങനെ നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് എടുക്കി വെച്ച് കൊടുക്കാം. അതിന് സൈഡിൽ തന്നെ നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കാം. അതിൽ കൈമുക്കി നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം. വെള്ളത്തിൽ കൈ മുക്കുന്തോറും നമുക്ക് കൈ അങ്ങനെ പൊള്ളൊന്നുമില്ല. ദോശക്കരിയിൽ അതുപോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല വട്ടത്തിലിങ്ങനെ പരത്തിയെടുക്കാം. കൈ ചൂടാണെങ്കിൽ വെള്ളത്തിൽ മുക്കുക. കനം കുറച്ചപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു നാണയത്തിൻ്റെ വലുപ്പത്തിൽ കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ഉരുളകൾക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് ചുവന്ന് വരും. അതുപോലെ തന്നെ 2 സൈഡും ചുവന്ന് വരും. ആ ഒരു സമയത്ത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വാഴയിലയുടെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആവി വേണമെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ പഞ്ചസാര തന്നെയോ അങ്ങനെയും കഴിക്കാം. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഒരു സ്നാക്കായിട്ട് വൈകുന്നേരമെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളതും എല്ലാ അടയും ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം 4 അടയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അത് നമ്മൾ എടുക്കുന്ന ഉരുളകൾക്കനുസരിച്ചിരിക്കും. ഞാനിവിടെ 4 ഉരുളിയാണ് ആക്കി വെച്ചതായിരുന്നു. 4 അട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.